ഇംഗ്ലണ്ടിലേക്കും ഇന്ത്യയിലേക്കും പോകുന്നതിനു മുമ്പായി അല്പം വിശ്രമം എടുക്കണമെന്ന് മുതിർന്ന ശിഷ്യന്മാർ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അദ്ദേഹം പെൻസിൽവേനിയയിലെ ഇസ്കോണിന്റെ കൃഷിയിടത്തിൽ സന്തോഷകരമായി ഒരു ദിവസം ചെലവഴിക്കുകയുണ്ടായി. വിശ്രമമെടുക്കുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ഗ്രന്ഥരചനയ്ക്കുമായി 2-3 മാസം അവിടെ പോയി താമസിക്കാനായി ഭക്തന്മാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ താമസം തുടരാൻ ഓരോ ദിവസവും അവർ കേണപേക്ഷിച്ചു. ന്യൂയോർക്കിലെ GBC അംഗങ്ങൾ അദ്ദേഹം ഉടനെ യാത്ര ചെയ്യരുതെന്ന് ഏകകണ്ഠമായി ശുപാർശ ചെയ്ത വിവരം കേട്ടപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, ശരി, ഞാൻ യാത്ര ചെയ്യുന്നില്ല. എന്നാൽ GBCക്ക് അദ്ദേഹത്തിന്റെ മേൽ നിർബന്ധം ചെലുത്തുക സാധ്യമായിരുന്നില്ല. ഭഗവാൻ കൃഷ്ണന് മാത്രമേ അതിന് കഴിയൂ. അദ്ദേഹത്തിന് വിമാന ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞിരുന്നു. യാത്ര ചെയ്യാൻ ഉറച്ചിരിക്കുകയുമായിരുന്നു. പ്രഭുപാദർ യാത്ര പുറപ്പെടുന്ന ദിവസം പ്രഭാതത്തിൽ ഏതാനും ഭക്തന്മാർ ഒരവസാന ശ്രമം നടത്തുന്നതിനായി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വരികയും യാത്ര ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് യാചിക്കുകയും ചെയ്തു. വ്യക്തമായി അദ്ദേഹം പോകാൻ ഉറച്ചിരുന്നെങ്കിലും മൗനം ദീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ പരിചാരകർ ബാഗുകളിലും മറ്റും സാധനങ്ങൾ നിറച്ചുകൊണ്ടിരുന്നു. യാത്രയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി. ഇതൊക്കെ ആയിട്ടും മുറി വിട്ട് എലിവേറ്ററിലേക്ക് കയറുമ്പോൾ ഏതാനും ആളുകൾ പിന്നാലെ ചെന്ന് പോകരുതേ എന്നാവശ്യപ്പെട്ടു. പ്രഭുപാദ് ദയവായി ഒരു പുനർവിചിന്തനം നടത്തുക, രാമേശ്വര സ്വാമി അഭ്യർത്ഥിച്ചു. ശ്രീല പ്രഭുപാദർ ശാരീരിക ക്ഷീണം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതുവരെയും ഉല്ലാസഭരിതനായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാഗം ആകെ മാറി. ഒരു ഭക്തൻ പറഞ്ഞു, യാത്ര ചെയ്യരുതേ എന്ന്. മറ്റൊരാൾ പറഞ്ഞു, ഇവിടെ നിന്ന് വിശ്രമം എടുത്താലോ എന്ന്. പ്രഭുപാദർ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന്റെ ദൃഷ്ടികൾക്ക് ആഴമേറിയിരുന്നു. ഇപ്പോൾ മറ്റെപ്പോഴത്തേക്കാളും അധികം അദ്ദേഹം ഈ ലോകത്തിന്റെ ഭാഗമല്ലെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞു, അന്ത്യശ്വാസം വരെ ഞാൻ കൃഷ്ണന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുവാനുള്ള ആഗ്രഹമാണുള്ളത്. എനിക്ക് വേണ്ടത് അർജുനനെ പോലെ അതിനുള്ള ശ്രമമാണ്. എല്ലാവരും മൗനം അവലംബിച്ചു. പ്രധാനപ്പെട്ട ആ ഉപദേശം അവരുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. എലിവേറ്റർ കെട്ടിടത്തിന്റെ പ്രധാന നിലയിലേക്ക് തുറക്കുകയും ശ്രീല പ്രഭുപാദർ തന്റെ കാറിന്റെ അടുത്തേക്ക് നടക്കവേ അവിടെ കാത്തു നിന്നിരുന്ന 100 കണക്കിന് ഭക്തന്മാർ കീർത്തനം നടത്തുകയും ഹർഷാരവം മുഴക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. അധ്യായം 7 സമാപിക്കുന്നു. ഇനിയും അധ്യായം 8 തുടരണ പ്രഭു. തുടർന്നാട്ടെ പ്രഭു. അധ്യായം 8 അന്തിമ ഉപദേശം. ബോംബെ, ജനുവരി 9, 1977. ശ്രീല പ്രഭുപാദർ പുലർച്ചയ്ക്ക് മുമ്പേ തന്റെ പ്രഭാത സവാരി ആരംഭിച്ചു. അദ്ദേഹത്തിനും ഭക്തന്മാർക്കും ആ വഴി സുപരിചിതമായിരുന്നു. ഹരേ കൃഷ്ണ ഭൂമിയിലൂടെ പൊതുനിരത്തിലെത്തി അവിടം കടന്ന ശേഷം അവർ ആദ്യം ഇടത്തോട്ടും പിന്നെ വലത്തോട്ടും തിരിഞ്ഞ് കടൽപ്പുറത്തേക്ക് ഉള്ള വഴിയെ നടന്നു തുടങ്ങി. ആകാശത്ത് വെളിച്ചം പരക്കാൻ തുടങ്ങി. ആദ്യം അവർക്ക് കരയും കടലും ആകാശവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ക്രമേണ അതിസൂക്ഷ്മങ്ങളായ നിറഭേദങ്ങൾ ചക്രവാളത്തെ വെളിവാക്കി. ഇപ്പോഴവർക്ക് അതിവിശാലമായ അറേബ്യൻ സമുദ്രനിരപ്പ്, അതിലും വിശാലമായ ആകാശത്തിൽ ചെന്ന് മുട്ടുന്നതും അവിടെ നിശാന്ത താരങ്ങൾ മിന്നി മറയുന്നതും കാണാൻ കഴിഞ്ഞു. പ്രഭുപാദരും അദ്ദേഹത്തിന്റെ ചെറിയ സംഘവും ആ വിസ്തൃതമായ കടൽപ്പുറത്തുകൂടെ നടന്നു നീങ്ങുമ്പോൾ അവരുടെ ഇടതുവശത്ത് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും വലതുവശത്ത് ശബ്ദായമാനമായ കടൽത്തിരകളുമായിരുന്നു. പ്രഭുപാദർ ചാര നിറത്തിലുള്ള കമ്പിളി പുതപ്പും കാവ്യ നിറത്തിലുള്ള സിൽക്ക് മുണ്ടും ഉടുപ്പും ഇളം മഞ്ഞ നിറത്തിലുള്ള ക്യാൻവാസ് ഷൂസും ധരിച്ചിരുന്നു. അദ്ദേഹം ഒരു ഊന്നുവടി ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിൽ ചെറിയ ഊന്നൽ മാത്രം നൽകി നടക്കുകയായിരുന്നു അദ്ദേഹം. വേഗത്തിലുള്ള ഓരോ കാൽവയ്പോടൊപ്പവും അദ്ദേഹം ആ വടി ഉയർത്തി മുന്നോട്ട് നീട്ടി വീണ്ടും മണലിൽ ഊന്നുകയും പിന്നെയും ഉയർത്തുകയും ചെയ്ത് നടത്തയുടെ താളക്രമം അനുവർത്തിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം നിവർന്ന് തല ഉയർത്തി പിടിച്ച് നടന്നു. ബോംബെ നിവാസികളുടെ ഒരു നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു. അവരിൽ പലരും പ്രഭാത സവാരിക്കിറങ്ങിയിരുന്ന സമ്പന്നരായ ജൂഹു നിവാസികളായിരുന്നു. കുറെ ഇളനീർ വിൽപ്പനക്കാർ അവരുടെ കച്ചവട വണ്ടികൾ സജ്ജമാക്കി. ഏറ്റവും മെച്ചപ്പെട്ട കരിക്കുകളുടെ മുകൾ ഭാഗം ചെത്തിയൊരുക്കി ആദ്യത്തെ ഇടപാടുകാർക്ക് വേണ്ടി കാത്തു നിന്നിരുന്നു. രാവിലെ ഈ സമയത്തുള്ള നടത്തം പ്രഭുപാദർക്ക് വളരെ ഇഷ്ടമായിരുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അദ്ദേഹം പ്രഭാത സവാരി നടത്തുമായിരുന്നു. ജൂഹു കടപ്പുറമാകട്ടെ നടക്കുവാൻ അദ്ദേഹത്തിന് കൂടുതൽ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. വഴിയിൽ വെള്ള ഉടുപ്പും കാലുറയും ധരിച്ച ഡോക്ടർ പട്ടേലും ധാരാളം ഭിഷഗ്വരന്മാരും അഭിഭാഷകരും അടങ്ങിയ
അദ്ദേഹത്തിന്റെ കൂട്ടുകാരും പ്രഭുപാദരോടും അദ്ദേഹത്തിന്റെ ശിഷ്യരോടും ഒപ്പം ചേർന്നു. പെട്ടെന്ന് പ്രഭുപാദർ പറഞ്ഞു, ഞങ്ങൾക്കെതിരായി ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ക്രിസ്തീയ പൗരോഹിത്യത്തിൽ നിന്നായിരിക്കും. ഡോക്ടർ പട്ടേൽ അഭ്യൂഹം പ്രകടിപ്പിച്ചു. പ്രഭുപാദർ മറുപടി പറഞ്ഞു, അല്ല, സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഡോക്ടർ പട്ടേൽ ചോദിച്ചു, സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണോ എന്ന് ഡോക്ടർ പട്ടേൽ ചോദിച്ചു. പ്രഭുപാദർ ചിന്താകുലതയോടെ ഒന്ന് മൂളിയിട്ട് തുടർന്ന് പറഞ്ഞു, ഇപ്പോൾ അവർ ഈ പ്രസ്ഥാനത്തെ അരിഞ്ഞു വീഴ്ത്താൻ നിശ്ചയിച്ചുറക്കുകയാണ്. അദ്ദേഹം വിശദ വിവരങ്ങളൊന്നും നൽകിയില്ല. അതിനാൽ ഡോക്ടർ പട്ടേലിനോ കൂട്ടുകാർക്കോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഊഹിക്കാൻ കഴിഞ്ഞില്ല. അതെന്തായാലും ഇന്ത്യയിൽ കൃഷ്ണാവബോധത്തിനെതിരായി ഒരു ഗൂഢാലോചനയും നടക്കാൻ സാധ്യമല്ലെന്ന് ഡോക്ടർ പട്ടേൽ അഭിപ്രായപ്പെട്ടു. പ്രഭുപാദർ മറുപടി പറഞ്ഞു, ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പല സ്നേഹിതന്മാരോടും ഞാൻ അഭ്യർത്ഥിച്ചു, ഒരു പുത്രനെങ്കിലും എനിക്കായി നൽകുക. എന്നാൽ ആരും തന്നെ അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ ഒരു വൈഷ്ണവനോ ബ്രാഹ്മണനോ ആക്കിയാൽ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? അവർ ഈ പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നുമില്ല. അവർ ഈ പ്രസ്ഥാനം അവസാനിപ്പിക്കാനായി പല പ്രകാരത്തിലും പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുമാണ്. ഒരു ഉറച്ച ഭാരതപക്ഷപാതിയായ ഡോക്ടർ പട്ടേൽ പ്രതിവചിച്ചു, അമേരിക്കക്കാർ എപ്പോഴും അങ്ങനെയാണ്, എല്ലായ്പ്പോഴും പ്രചരണം നടത്തിക്കൊണ്ടേയിരിക്കും. പ്രഭാതർ പറഞ്ഞു, എല്ലാ സ്ഥലത്തും നന്മയും തിന്മയും ഉണ്ട്. കൃഷ്ണൻ പറയുന്നു, മനുഷ്യാണാം സഹസ്രേഷു, മനുഷ്യ സഹസ്രങ്ങളിൽ സ്വന്തം ജീവിതത്തെ പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ചുരുക്കമായേ കാണപ്പെടുകയുള്ളൂ. ഇത് കലിയുഗമാണ്. 7 മണിക്ക് 5 മിനിറ്റോളം മുമ്പ് പ്രഭുപാദർ കടപ്പുറം വിട്ട് ഹരേ കൃഷ്ണ ഭൂമിയിലേക്ക് കടന്നു. ആ സ്ഥലത്തോടടുത്തപ്പോൾ അദ്ദേഹം ഇസ്കോൺ ഭക്ഷണശാലയുടെ അതിമഹത്തായ ഗോപുരങ്ങളും കൂടുതൽ പൊക്കവും മനോഹാരിതയുമുള്ള ക്ഷേത്രത്തിന്റെ താഴികക്കുടങ്ങളും കണ്ടു. ആ കെട്ടിടങ്ങളുടെ മിനുക്കുപണികൾ തീർന്നിരുന്നില്ല. എങ്കിലും നിർമ്മാണ ജോലി മിക്കവാറും പൂർത്തിയായിരുന്നു. ക്ഷേത്രത്തിന്റെ കുംഭഗോപുരം മാർബിൾ കൊണ്ട് ആവരണം ചെയ്യുന്ന ജോലി അവശേഷിച്ചിരുന്നു. കെട്ടിടത്തിനൊട്ടാകെ തന്നെ പല അവസാന മിനുക്കുപണികളും ചെയ്യേണ്ടതുണ്ടായിരുന്നു. പ്രഭുപാദർ ഉദ്ഘാടന ദിനം ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നിർമ്മാണ മേലധികാരിയായ സുരഭി മഹാരാജ് കാലവിളംബം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനാൽ ഉദ്ഘാടന ദിനം അനിശ്ചിതമായി അവശേഷിച്ചു. ശ്രീ എന്നിൽ നിന്ന് 1971 ആ ഭൂമി വാങ്ങാൻ ആദ്യമായി ശ്രമിച്ചത് മുതൽ തന്നെ പ്രഭുപാദർക്ക് ഒട്ടധികം വിഷമതകൾ ഉണ്ടായി. കെട്ടിട നിർമ്മിതിക്ക് അനുവാദം നേടാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ പലരും പല വിധത്തിലും തടസ്സപ്പെടുത്തിയിരുന്നു. രാധാരാസവിഹാരി മൂർത്തികൾ ഇന്ത്യയിലെ ഏറ്റവും ആഡംബരപൂർണമായ ക്ഷേത്രങ്ങളിൽ ഒന്നിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം ഇപ്പോൾ വിജയത്തോടടുത്തിരിക്കുകയാണ്. ശ്രീല പ്രഭുപാദർ തന്റെ ആഗോള യാത്രകൾ തുടർന്നുകൊണ്ട് തന്റെ പ്രസ്ഥാനത്തെ എല്ലാ രംഗങ്ങളിലും പുരോഗമിപ്പിക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം മുറയ്ക്ക് ബോംബെയിലേക്ക് മടങ്ങി വന്നിരുന്നു. ജോലിക്കാർ പണിയിൽ വിളംബം വരുത്തുന്നത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിരുന്നു. അവർ ചിലപ്പോൾ തട്ടിപ്പുകൾ നടത്താറുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകൾക്ക് മിക്കപ്പോഴും ഇതൊന്നും അറിയില്ലായിരുന്നു. ഇത്തവണയും മുമ്പെന്ന പോലെ അദ്ദേഹം അല്പകാലം അവിടെ താമസിക്കുകയും ഉപദേശങ്ങൾ കൊടുക്കുകയും പിന്നെ യാത്ര പുറപ്പെടുകയും ചെയ്തു. രാധാരാസവിഹാരി മൂർത്തികൾ 1971 ഭക്തന്മാർ നിർമ്മിച്ച താൽക്കാലിക ക്ഷേത്രത്തിലാണ് അപ്പോഴും ആരാധിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ എളിയ ഷെഡിന് പിന്നിലായുള്ള മഹത്തരവും മനോഹരവുമായ പുതിയ ക്ഷേത്ര കെട്ടിടം രാസവിഹാരി ഉടനെ തന്നെ തന്റെ പുതിയ കൊട്ടാരത്തിലേക്ക് താമസം മാറുമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് തല ഉയർത്തി നിന്നിരുന്നു. ഇസ്കോണിന്റെ ഭൂമിയിൽ മടങ്ങിയെത്തിയ ഉടൻ ശ്രീല പ്രഭുപാദർ ആ അർച്ചനാമൂർത്തികൾക്ക് മുന്നിൽ വന്നു നിന്ന് എല്ലാ അർച്ചനാമൂർത്തികളിലും വെച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് പലപ്പോഴും പറയിപ്പിച്ച അവരുടെ അത്യാകർഷകമായ സൗന്ദര്യം നോക്കി കണ്ടു. രാധാരാസവിഹാരിക്ക് താനൊരു മനോഹരമായ ക്ഷേത്രം ആണെന്ന് അദ്ദേഹം നൽകിയ വാഗ്ദാനം പെട്ടെന്ന് തന്നെ ഒരു ജീവത്തായ യാഥാർത്ഥ്യമായി തീരാൻ പോവുകയാണെങ്കിലും തനിക്ക് തന്റെ ജീവിതകാലത്ത് അത് കാണാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ 81 വയസ്സായിരുന്നു. പിടിവിടാതെ നിൽക്കുന്ന ചില രോഗങ്ങൾ അദ്ദേഹത്തെ തുടരെ പീഡിപ്പിച്ചുകൊണ്ട് വരുന്നു. സ്വാഭാവികമായും മരണത്തെപ്പറ്റിയുള്ള മുന്നറിയിപ്പുകൾ ശ്രീല പ്രഭുപാദർക്ക് ഒട്ടും പുത്തരിയല്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ 1965 പാശ്ചാത്യ ദേശത്ത് തന്റെ ധർമ്മപ്രചരണം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ
അദ്ദേഹത്തിന് ശക്തിയേറിയ രോഗാക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. സജീവ പ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം മുറയ്ക്ക് പരാമർശങ്ങൾ നടത്താറുണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അത് സാങ്കല്പിക്കുക അസാധ്യമായി തോന്നി. അതെ, അവർ കഴിയുന്നത്ര വേഗം പണി പൂർത്തിയാക്കി ബോംബെ ജീവിതം ആരംഭിക്കാമെന്നും തന്റെ ശ്രീമദ് ഭാഗവതം എഴുതി പൂർത്തിയാക്കാമെന്നും അവർ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കണം. പക്ഷെ തീർച്ചയായും കൃഷ്ണൻ അദ്ദേഹത്തെ അവരോടൊപ്പം തുടർന്ന് ജീവിക്കുവാനും ആ 2 പ്രോജക്റ്റുകളുടെ എങ്കിലും പൂർത്തീകരണം കാണാനും അനുവദിക്കും. ഓരോ മാസവും ശ്രീല പ്രഭുപാദരുടെ GBC അംഗങ്ങളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കാനും നേരിട്ടുള്ള പരിശീലനവും അദ്ദേഹവുമായി വ്യക്തിപരമായ സംസർഗവും ലഭിക്കാനും വേണ്ടി അദ്ദേഹത്തോടൊപ്പം താമസിച്ചു പോരുന്നു. 1977 ജനുവരി മാസത്തിലെ സെക്രട്ടറി രാമേശ്വര സ്വാമിയായിരുന്നു.